മൊബൈൽ തെറിച്ചു മീഡിയാസ് ഒന്ന് ബാക്കിലേക്ക് നിൽക്കാവോ പ്ലീസ്? ഈ സൈഡിൽ നിൽക്കുന്ന കുറച്ച് തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലീസ് ഒന്ന് ബാക്കിലേക്ക് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുവാണ്. ഒന്ന് വേദിയിലേക്ക് വരണം. താങ്ക് യു ഈച്ച് ആൻഡ് എവരിവൺ. ഈ സൈഡിൽ ഒരു കൈയ്യടി തന്നെ. കം ഓൺ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മളിനി വേദിയിൽ നിന്ന് ഓക്കെ മൊയ്നുക്ക സായ് കിക്കിന്റെ പ്രസിഡന്റ് ആണെന്ന് അറിയാം, ഖാദർ ഭായ്, അതുപോലെ സെക്രട്ടറി ആണ് സായ്, അതുപോലെ മൊയ്നുക്ക ട്രഷറാണ്. അപ്പൊ ഇത്രയും മെമ്പേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ളവർ ഒന്ന് താഴോട്ട് ഇറങ്ങാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ബാക്കിയുള്ളവർ എല്ലാവരും ഒന്ന് താഴേക്ക് ഇറങ്ങണം. ഈ ഓൺലൈൻ മീഡിയാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡ് ജസ്റ്റ് നമുക്ക് റഷ് കിട്ടുന്നതുകൊണ്ട് അവിടെ LED വരെയാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ആ സൈഡിലേക്ക് ഒന്ന് മാറിപ്പോയാൽ മതി. ജസ്റ്റ് ഒന്ന് സഹകരിക്കും. കിക്കിന്റെ മെമ്പേഴ്സ് ആ ഡ്യൂട്ടി ഒന്ന് ഏറ്റെടുക്കണം. ഒന്ന് നോക്കണം. ഷാൻ നോക്ക്. സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ഒക്കെ നടക്കുന്ന ആ ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് മൂവ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ വേദിയിൽ നിന്ന് ഈ ഒരു റഷ് വേദിയിൽ വേണ്ട, അതുകൊണ്ടാണ് വേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് ചെറുതായിട്ട് വലുതായിട്ടൊരു കോൾഡ് ഉണ്ട്, അപ്പൊ ഞാൻ ഈ ശബ്ദം വെച്ചിട്ടായിരിക്കും അവരോട് സംസാരിക്കാം. എങ്കിലും എന്റെ എനർജി കുറവാണെങ്കിലും ചാലക്കുടിയുടെ എനർജി ഞാനൊന്ന് കേൾക്കട്ടെ. ചാലക്കുടി സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ മീനാക്ഷി ഇതിൽ കൂടുതൽ സൗണ്ട് എടുത്താന്. ഞങ്ങള് റെഡി 1 2 3 പറയുമ്പോ ചാലക്കുടി ഭയങ്കര. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാല്ലേ. എന്റെ മൈക്കിന്റെ ശബ്ദം കുറച്ചും കൂടി ഇങ്ങനൊരു വെൽക്കം പോരാ. നിങ്ങൾ എല്ലാവരും ചേർന്ന് വലിയൊരു കൈ കൊടുക്കും. വെൽക്കം ഷൈജു ചേട്ടൻ. ഷൈജു ദാമോദരൻ. ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ, ക്രിക്കറ്റ്, സിനിമ ആൻഡ് കേരള ഇൻഫ്ലുവൻസേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് എല്ലാവരെയും ചാലക്കുടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ. 2023 ജൂലൈ 26 തുടങ്ങിയ ഒരു യാത്രയുടെ സഫലമാകുന്ന ഒരു ദിവസമാണ്. ഇദ്ദേഹത്തെ എന്ത് പേരിലാണ് വിശേഷിപ്പിക്കേണ്ടത്? ദിലീപേട്ടനുണ്ട്. ദിലീപേട്ടന് സ്വന്തമായി ജനപ്രിയ നായകൻ എന്നൊരു പദവിയുണ്ട്. ടൊവിനോയ്ക്കൊരു പദവി എന്തെങ്കിലും ചാർത്തി കൊടുത്തിട്ട് ഒരുപാട് പേരോട് അന്വേഷിച്ചു, അങ്ങനെ ഒരു പദവിയില്ല. ഒടുവിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു പദവി ചാർത്തി കൊടുക്കുകയാണ്. നിങ്ങൾ അത് ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. The resilient star of Malayalam. ABCD അഭിനയിച്ച ടൊവിനോയും എന്നും നിന്റെ മൊയ്തീനിലെ അപ്പുവും ഒക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അന്നത്തെ ടൊവിനോയിൽ നിന്നും ഇന്നത്തെ ടൊവിനോയിലേക്കുള്ള യാത്ര. The resilient star of Malayalam cinema. Then of course കഴിഞ്ഞ 30-32 വർഷത്തിലേറെയായി മലയാള സിനിമയുടെ ഒപ്പം സഞ്ചരിച്ച ഒരു ഇതിഹാസ തുല്യനായ കൂടെ തന്നെ നമ്മുടെ റാഫേലേട്ടൻ കേരള തൃശ്ശൂർ പൂരം എന്ന ആ ഒരു അഹങ്കാരത്തിന്റെ ലിസ്റ്റിലേക്ക് ഇതും കൂടി എഴുതി ചേർക്കാവുന്നതാണ്. റാഫേൽ സിറ്റി എന്ന ഈ ഒരു പേര് കൂടി തൃശ്ശൂരില് ഡി സിനിമ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും നല്ലൊരു ബെസ്റ്റ് തിയേറ്റർ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ ആദ്യം വന്നത് ഡി സിനിമ തന്നെയാണ്. ഇറങ്ങുന്ന എല്ലാ സിനിമകളും അത് പ്രായോഗികത തന്നെ. എനിക്ക് തോന്നുന്നു ഈ തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാരൊക്കെ സഞ്ജു സാംസൺ നമ്മുടെ സ്പോർട്സിലെ ഏറ്റവും കൂടുതൽ ആരാധകർ. പലപ്പോഴും ഞാനിവിടെ ഈ ഒരു ദിവസത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്നോട് ചോദിക്കുന്നതാണ് സഞ്ജു സാംസണോട് ഒരു ഹായ് പറയാമോ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ യൂത്തും എന്നോട് നമ്മുടെ സിനിമാ താരങ്ങൾക്കുള്ള ഹായ് കാര്യം.
അതോടൊപ്പം തന്നെ ബേസിൽ വന്നപ്പോൾ തന്നെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക. ആർക്കും കൈ കൊടുക്കുന്നില്ല ബേസിൽ, ആർക്കും. റാഫേലേട്ടൻ അതിൽ പോകുമ്പോഴും ബേസിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക. കൊടുക്കുന്നത് ഞാൻ ചോദിച്ചത് എന്താ? ഇല്ല. നമസ്കാരം. വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഞ്ജു, ടോബി, ദിലീപേട്ടൻ, റാഫേലേട്ടൻ, എല്ലാവർക്കും മറ്റ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ളൊരു ഇവൻ്റാണ്. സഞ്ജു വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. സഞ്ജുവിൻ്റെ ഒരു ഏറ്റവും പുതിയ ഇനീഷ്യേറ്റീവാണ് റാഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് ബൈ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ്. ഈ വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകളും അവസരങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവാണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അക്കാഡമി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചാണെന്ന് നടക്കുന്നത്. ഈ അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നും ഒരുപാട് പ്രവർത്തനങ്ങൾ സഞ്ജു നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിച്ചിടത്തോളം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഗിവിംഗ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും കൂടെ വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് അദ്ദേഹം വളരെ വിഷനോടെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ ഈ ഇനീഷ്യേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം റാഫേലേട്ടൻ്റെ ഫിലിം സിറ്റി, CG പാർക്ക്, മറ്റ് ഇനീഷ്യേറ്റീവ്സ് എല്ലാത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി. ഇങ്ങനൊരു വേദി ഇവിടെ ലഭിച്ചതിലും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു. എല്ലാവരും സുഖമല്ലേ? ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരോടും സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. എന്നാലും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബേസിൽ. ഞങ്ങളുടെ അതിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ടൊബിയാണ്, ടൊബിനോ തോമസ് പ്രൊഡക്ഷൻ. അതുപോലെ അതിൻ്റെ കോ പ്രൊഡ്യൂസറാണ് റാഫേലേട്ടൻ. അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങൾ ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് മരണമാസം. അപ്പോൾ അത് പുതിയൊരു ഡയറക്ടറാണ്, ശിവപ്രസാദ് എന്ന് പറഞ്ഞ പുതിയൊരു സംവിധായകൻ്റെ സിനിമ കൂടിയാണ്. അപ്പോൾ അത് ഈ വരുന്ന ഏപ്രിലിൽ തിയേറ്ററുകളിലെത്തും. നിങ്ങളെല്ലാവരും പോയി കാണുക. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു. നന്ദി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ. ചാലക്കുടിയിൽ ഓരോ പ്രോഗ്രാം നടക്കുമ്പോഴും ഇപ്പൊ കുറെ കാലമായി ഞാൻ ചാലക്കുടിയിലെ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് കുറച്ചായി പറയും. നമുക്ക് ആകെ അടുപ്പോൾ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റാറാണ്. അവ പരമാവധി വലുതാവണം, ഏറ്റവും വലിയ നിലയിലെത്തണം. അപ്പോൾ നമുക്ക് അഭിമാനത്തോടെ അത് പറയാമല്ലോ എന്ന് പറയും. ആ ക്രിക്കറ്റ് താരം, ആ ഇന്റർനാഷണൽ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മറ്റ് ക്രിക്കറ്റിനോട് അഭിനിവേശമുള്ള അടുത്ത ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഈ വഴി. അതും എൻ്റെ വീട്ടിൽ നടക്കുകയാണ് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അതും ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇവിടെ ദിലീപേട്ടനുണ്ട്, ബേസിലുണ്ടായിരുന്നു, സഞ്ജുണ്ടായിരുന്നു, റാഫേലേട്ടനുണ്ടായിരുന്നു. തുടർന്ന് എല്ലാവരുടെയും ഒപ്പം വേദി പങ്കിടാൻ സാധിച്ചതിന് സന്തോഷം. നിങ്ങളുടെ ഒപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചതിന് സന്തോഷം. ഒപ്പം റാഫേലേട്ടൻ്റെ തുടർന്നുള്ള എല്ലാ സംരംഭങ്ങൾക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. ഒപ്പം കിക്കുമായി ചേരുന്ന റാഫേലേട്ടൻ ചെയ്യുന്ന സിനിമയ്ക്ക് എൻ്റെ എല്ലാവരുടെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചോദ്യമുണ്ട്. അപ്പം മരണമാസം വരെയാണ് അതിലൊരു പ്രൊഡ്യൂസറാണ്, എംപ്ലോയ് വരെയാണ് അതിലൊരു ആക്ടറാണ്. ഇതിന്റെ രണ്ടിന്റെ ഒരു എൻതൂസിയാസം വേറെ ആയിരിക്കും. അപ്പോൾ ബോത്ത് ദീസ് ഫിലിംസ് ഈ ഒരു സിനിമ വേണ്ടിയിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ആസ് എ പ്രൊഡ്യൂസർ ഒരു ടെൻഷനാണോ, ആസ് എൻ ആക്ടർ ഒരു എക്സൈറ്റ്മെന്റ് ആണോ, എന്താണ് വരുന്നത്? ഞാനിതിന് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ആ ഒരു പ്രൊഡ്യൂസറിന്റെ ടെൻഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല.
അതിന് വേണ്ടിയിട്ട് എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ മാനേജറുണ്ട്, പിന്നെ ആ സിനിമയിൽ ഭാഗമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ ആ സിനിമയിൽ ചെല്ലുന്നത് ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളുടെ സിനിമ സെറ്റിലേക്ക് പോകുന്ന അത്രയും ലാഘവത്തോടെ ഒരു ടെൻഷനും പിടിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ മരണവാസ ലൊക്കേഷനിൽ പോയിട്ടുള്ളത്. അതേപോലെ തന്നെ എമ്പുരാനാണെങ്കിലും അതിനകത്ത് എനിക്കങ്ങനെ വേറെ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല, സ്വന്തം പണി മാത്രം ചെയ്യുക എന്ന് പറയുന്ന അങ്ങനത്തെ സൗകര്യമാണ് അവിടെ ഉള്ളത്. രാജ്യത്തോടെ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഈ രണ്ട് സിനിമകളും നമ്മൾ വളരെയധികം വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുകയും, എന്നാൽ ഞാനതിനു വേണ്ടി അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മറ്റ് ഞാൻ ചെയ്യുന്ന സിനിമകളിൽ എടുക്കുന്ന പോലത്തെ പണിയെടുത്തിട്ടില്ല. അതൊരു സിനിമ ഇതിൻ്റെ വിജയം ഞാൻ വളരെയധികം പേഴ്സണലി എൻ്റെ ആഗ്രഹമാണ് ഈ രണ്ട് സിനിമകളും ജീവിക്കുക എന്നുള്ളത്. നമ്മുടെ മുമ്പിലിരിക്കുന്നത് മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് ആളുകളാണ്. എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം സിനിമയാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്ന ഒരാളാണ് താങ്കൾ. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ഒറ്റയ്ക്ക് വഴികെട്ടി വന്നവൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഒരു സൂചന. അപ്പൊ സ്വാഭാവികമായും ഹാർഡ് വർക്ക് ചെയ്ത് സിനിമയിലേക്ക് എത്താനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് ടൊവിനോ തോമസ് എന്ന സക്സസ്ഫുൾ ഫിലിം ആക്ടറുടെ ഉപദേശം എന്താണ്? അങ്ങനെ ഉപദേശം തരാൻ മാത്രം എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ വഴികളായിരിക്കും. ഓരോ വഴിയിലും നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിലും ചിലപ്പോൾ പലരും പല വഴിയിലൂടെ ആയിരിക്കും അതിൽ എത്തുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, നമ്മുടെ സമയം വരുന്ന സമയത്ത് റെഡിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംഭവിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം ഇപ്പം ഞാനതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സിനിമയിൽ ഒരു തവണ മുഖം കാണിച്ചതിന് ശേഷം അവിടെ ഇങ്ങോട്ട് കിട്ടിയതെല്ലാം ബോണസായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന് ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ സിനിമയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ സാധിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഒരു സർവൈവൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കോൺസ്റ്റന്റ് സ്ട്രഗിൾ ഉണ്ട്. ഇതിൻ്റെ സിനിമയിൽ എത്തി പറയും നമുക്ക് ആകെ അടുപ്പോൾ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റാറാണ്, അവ പരമാവധി വലുതാവണം, ഏറ്റവും വലിയ നിലയിലെത്തണം, അപ്പോൾ നമുക്ക് അഭിമാനത്തോടെ അത് പറയാമല്ലോ എന്ന് പറയും. ആ ക്രിക്കറ്റ് താരം, ആ ഇന്റർനാഷണൽ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മറ്റ് ക്രിക്കറ്റിനോട് അഭിനിവേശമുള്ള അടുത്ത ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഈ റേസ്. അതും എൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതും ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇവിടെ ദിലീപേട്ടനുണ്ടാവും, ബേസിലുണ്ടായിരുന്നു, സഞ്ജുണ്ടായിരുന്നു, നാസറേട്ടനുണ്ടായിരുന്നു, തുടർന്ന് എല്ലാവരുടെയും ഒപ്പം ഇത് കൊണ്ടുവരാൻ സാധിച്ചതിന് സന്തോഷം. നിങ്ങളുടെ ഒപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചതിന് സന്തോഷം. ഫോട്ടോഗ്രാഫി രംഗത്തെ തുടർന്നുള്ള എല്ലാ സംരംഭങ്ങൾക്കും എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഒപ്പം കിക്കുമായി ചേരുന്ന ട്രാഫിക് രംഗം ചെയ്യുന്ന സിനിമയ്ക്ക് എൻ്റെ എല്ലാവരും ആശംസകൾ. താങ്ക് യു. കോച്ചേട്ടനോട് പറഞ്ഞ ചോദ്യമുണ്ട്. ഇപ്പം മരണമാസ വരെയാണ് അതിലൊരു പ്രൊഡ്യൂസറാണ്, എംപ്ലോയ് വരെയാണ് അതിലൊരു ആക്ടറാണ്. ഇതിന്റെ രണ്ടിന്റെ ഒരു എൻതൂസിയാസം വേറെ വേറെ ആയിരിക്കും. അപ്പൊ ബോത്ത് ദീസ് ഫിലിംസ് ഈ ഒരു സിനിമ വേണ്ടിയിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ആസ് എ പ്രൊഡ്യൂസർ ഒരു ടെൻഷനാണോ, ആസ് എൻ ആക്ടർ ഒരു എക്സൈറ്റ്മെന്റ് ആണോ, എന്താണ് വരുന്നത്? ഞാനിതിന് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ആ ഒരു പ്രൊഡ്യൂസറിന്റെ ടെൻഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതിന് വേണ്ടിയിട്ട് എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ മാനേജറുണ്ട്, പിന്നെ ആ സിനിമയിൽ ഭാഗമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ ആ സിനിമയിൽ ചെല്ലുന്നത് ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളുടെ സിനിമ സെറ്റിലേക്ക് പോകുന്ന അത്രയും ലാഘവത്തോടെ ഒരു ടെൻഷനും പിടിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ മരണവാസ ലൊക്കേഷനിൽ പോയിട്ടുള്ളത്. അതേപോലെ തന്നെ എമ്പുരാനാണെങ്കിലും അതിനകത്ത് എനിക്കങ്ങനെ വേറെ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല, സ്വന്തം പണി മാത്രം ചെയ്യുക എന്ന് പറയുന്ന അങ്ങനത്തെ സൗകര്യമാണ് അവിടെ ഉള്ളത്. രാജ്യത്തോടെ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഈ രണ്ട് സിനിമകളും നമ്മൾ വളരെയധികം വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുകയും, എന്നാൽ ഞാനതിനു വേണ്ടി അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മറ്റ് ഞാൻ ചെയ്യുന്ന സിനിമകളിൽ എടുക്കുന്ന പോലത്തെ പണിയെടുത്തിട്ടില്ല. അതൊരു സിനിമ ഇതിൻ്റെ വിജയം ഞാൻ വളരെയധികം പേഴ്സണലി എൻ്റെ ആഗ്രഹമാണ് ഈ രണ്ട് സിനിമകളും ജീവിക്കുക എന്നുള്ളത്. നമ്മുടെ മുമ്പിലിരിക്കുന്നത് മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് ആളുകളാണ്. എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം സിനിമയാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വന്ന ഒരാളാണ് താങ്കൾ. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ഒറ്റയ്ക്ക് വഴികെട്ടി വന്നവൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഒരു സൂചന. അപ്പൊ സ്വാഭാവികമായും ഹാർഡ് വർക്ക് ചെയ്ത് സിനിമയിലേക്ക് എത്താനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് ടൊവിനോ തോമസ് എന്ന സക്സസ്ഫുൾ ഫിലിം ആക്ടറുടെ ഉപദേശം എന്താണ്?
അങ്ങനെ ഉപദേശം തരാൻ മാത്രം എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ വഴികളായിരിക്കും. ഓരോ വഴിയിലും നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിലും ചിലപ്പോൾ പലരും പല വഴിയിലൂടെ ആയിരിക്കും അതിൽ എത്തുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, നമ്മളുടെ സമയം വരുന്ന സമയത്ത് റെഡിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംഭവിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം ഇപ്പം ഞാനതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സിനിമയിൽ ഒരു തവണ മുഖം കാണിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയതെല്ലാം ബോണസായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിൽ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ സിനിമയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ സാധിച്ചു വെച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഒരു സർവൈവൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കോൺസ്റ്റന്റ് സ്ട്രഗിൾ ഉണ്ട്. ഇതിൻ്റെ സിനിമയിൽ എത്തി